പ്രൈസ് ദി ലോർഡ്. വേദശാസ്ത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് സഭ മഹോപദ്രകാലത്തിലൂടെ കടന്നു പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സഭയുടെ എടുക്കപ്പെടലുമായിട്ട് ബന്ധപ്പെട്ട് 4 തിയറികളാണ് പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത്. ഒന്ന് പാർഷ്യൽ ട്രിബുലേഷൻ തിയറി, 2 പ്രീ ട്രിബുലേഷൻ തിയറി, 3 മിഡ് ട്രിബുലേഷൻ തിയറി, 4 പോസ്റ്റ് ട്രിബുലേഷൻ തിയറി. ഈ തിയറികൾ എന്താണെന്ന് ഈ 4 തിയറികൾ എന്താണെന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കും. അപ്പോൾ ഇതിൽ ഇന്ന് കൂടുതലായിട്ട് പഠിപ്പിച്ചു വരുന്നത് മിഡ് ട്രിബുലേഷൻ തിയറിയാണ്. അതായത് മഹോപദ്രകാലത്തിൻ്റെ പകുതിയിൽ വെച്ചാണ് സഭ എടുക്കപ്പെടുക എന്നാണ് നല്ല ഉപദേശത്തിൽ നിന്നവരും ഒക്കെ പഠിച്ച് ഇപ്പം ആ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് അവർ തെളിവായിട്ട് എടുക്കുന്നൊരു വാക്യം വെളിപ്പാട് പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളാണ്. അപ്പോൾ ആ വാക്യം ഇങ്ങനെയാണ്: ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് കണ്ടു. അപ്പം ഇവിടെ എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരം, അത് സകല ഗോത്രങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുള്ളവരാണത്. അപ്പോൾ അവർ കുരുത്തോലയും പിടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. ഇതൊരു സ്വർഗീയമായ കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഈ യേശുവിൻ്റെ ഹോശന ഹോശന എന്ന് പറഞ്ഞ് കുരുത്തോല കയ്യിൽ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ജനങ്ങൾ ആർത്തു വിളിച്ചു എന്നാ. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് ഇത് ദൈവസഭയാണെന്ന് ഇവർ പറയുന്നുള്ള കാരണം. അതിന് ചില കാരണങ്ങളുണ്ട്, നമുക്ക് താഴത്തേക്ക് നോക്കാം. എന്നിട്ട് രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അപ്പൊ ഇവര് അത്യുച്ചത്തിൽ എന്താണ് ആർക്കുന്നത്? രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ്. അപ്പൊ രക്ഷദാനമാണെന്ന് എഫെസ്യ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവര് പറയുന്നത് ഇത് സഭയാണ്, രക്ഷിക്കപ്പെട്ടവരാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അതാണ് ഇതിനകത്ത് ഒരു കാരണം. ഇനി അടുത്തത് താഴത്തേക്ക് നമ്മൾ വായിക്കുകയാണ്: സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുമ്പിൽ കവിണ്ണു വീണ് ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്ക് സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. അപ്പം ഈ വലിയ പുരുഷാരം രക്ഷ ദൈവത്തിന്റെ ദാനം എന്ന് പറയുമ്പോൾ 24 മൂപ്പന്മാരും 4 ജീവികളും ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കുന്ന ഒരു സ്വർഗീയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത് സ്വർഗത്തിൽ നടക്കുന്ന സംഭവമാണ്. എന്നിട്ട് അതിന്റെ 13-ാം വാക്യം: മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ എന്ന് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹന്നാനോട് ചോദിക്കുകയാണ്, ഇവര് എവിടെ നിന്ന് വന്നവരാണ്, ഈ മഹാപുരുഷാരം എവിടെ നിന്ന് വന്നവരാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതിന് യോഹന്നാൻ പറയാണ്, യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട്. അപ്പം മൂപ്പൻ പറയാണ്, യജമാനൻ അറിയുമല്ലോ എന്ന് യോഹന്നാൻ പറഞ്ഞപ്പോൾ മൂപ്പൻ പറയാണ്, യോഹന്നാനോട് പറയാണ്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അപ്പം ഇവർ ഈ പറയുന്ന വാക്യത്തിൽ തന്നെ 3 കാര്യങ്ങൾ ഞാൻ അവിടെ തെളിയിക്കുകയാണ് ഇത് ദൈവസഭയല്ലെന്ന്. നിങ്ങൾ ഇനിയാണ് വിശദമായിട്ട് കേൾക്കേണ്ടത്. അപ്പം ഇവിടെ തന്നെ പറയാണ്, ഇവർ എവിടെ നിന്ന് വന്നവരാണ്? മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. അപ്പൊ മഹോപദ്രകാലത്തിൽ നിന്ന് വന്നവരാണെന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇത് ദൈവസഭയാണെന്ന് ഇവർ പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, രക്ഷ ദൈവത്തിന്റെ ദാനമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ വെള്ള വസ്ത്രം ധരിച്ചവരാണ്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഇവിടെ പറഞ്ഞു ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. അടുത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 1-ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കണം: കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇവരുടെ ഒരു യോഗ്യത എന്ന് പറഞ്ഞതെന്ന് അറിയാമോ? ഇവരുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുകയാണ്. ഇത് ദൈവസഭയല്ലെന്ന് പറയാനുള്ള 1-ാമത്തെ കാരണം എന്താണ്? നമ്മൾ ദൈവസഭയിലുള്ളവർ
കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരാണ്. അപ്പോൾ എപ്പോഴാണ് ഒരു അങ്കി അലക്കി വെളുപ്പിക്കുന്നത്? എപ്പോഴാണ്? അതിനകത്ത് കറ വീഴുമ്പോഴാണ്, അല്ലേ? നമ്മൾ പുതിയൊരു ഡ്രസ്സ് വാങ്ങിക്കൊണ്ടുവന്നാൽ നമ്മൾ ഒരിക്കലും അത് അലക്കി വെളുപ്പിക്കത്തില്ല. എപ്പോഴാണ് അലക്കി വെളുപ്പിക്കുന്നത്? ആ ഡ്രസ്സിൽ കറ വീണാലാണ്, അല്ലെങ്കിൽ അഴുക്ക് പറ്റിയാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അലക്കി വെളുപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് കൃത്യമാണ്, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യം യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരാ. പക്ഷെ പിന്നീട് ആ ജീവിത വിശുദ്ധിയാകുന്ന അങ്കി ഇവരെന്താണ് മലിനമാക്കിയത് കൊണ്ടാണ് ഇവർ വീണ്ടും എന്താണ് അങ്കി അലക്കി വെളുപ്പിക്കേണ്ടി വന്നത്. അപ്പൊ വളരെ വ്യക്തമാണ്, ഇത് ദൈവസഭയല്ല. ദൈവസഭയാണെങ്കിൽ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ്. അപ്പോൾ ഇത് മറ്റൊരു ഗ്രൂപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ആരാണ് നമുക്ക് വിശദമായിട്ട് വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിൽ നമ്മൾ പഠിക്കും. ഇനി രണ്ടാമത്തെ തെളിവ്, ഇത് ദൈവസഭയല്ലെന്ന് രണ്ടാമത്തെ തെളിവ് ഇവര് പറയുന്ന വാക്യത്തിൽ തന്നെ എടുക്കാൻ പോകുക. അതിന്റെ 15-ാം വാക്യം, അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. അപ്പൊ ഈ വലിയ പുരുഷാരത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇവർ സിംഹാസനത്തിന്റെ മുമ്പിലിരുന്നാണ് ആരാധിക്കുന്നത്. അപ്പൊ ദൈവസഭയല്ല എന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം, ദൈവസഭയെ എവിടെ ഇരുത്താമെന്ന കർത്താവ് പറഞ്ഞത്? സിംഹാസനത്തിന് മുമ്പിൽ ഇരുത്താമെന്നാണോ? അല്ല, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും ഒന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. യോഹന്നാന്റെ വിശേഷം 14-ാം അധ്യായം 3-ാം വാക്യം. അതിന്റെ ഒന്നും കൂടെ വിശദീകരണം വെളിപ്പാട് പുസ്തകം 3:21 പറയുന്നു, ഞാനും ജയിച്ച് എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവനെ ഞാൻ എന്റെ സിംഹാസനത്തിൽ ഇരുത്തും. അപ്പൊ യേശു നമ്മളെ സിംഹാസനത്തിൽ ഇരുത്താമെന്നാ പറഞ്ഞേ. അതായത് ദൈവസഭയെ യേശു പറഞ്ഞത് സിംഹാസനത്തിൽ ഇരുത്താമെന്നാണ്. സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് ആരാധിക്കുമെന്നല്ല പറഞ്ഞത്. സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവാണോ വലുത്, താഴെ ഇരിക്കുന്ന പ്രജയാണോ വലുത്? നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ ഒരിക്കലും ഇത് ദൈവസഭയല്ല. കാരണം ഇവരെന്താണ്? സിംഹാസനത്തിന്റെ മുമ്പിൽ ഇരുന്ന് ആരാധിക്കുന്നവരാണ്. പക്ഷെ ദൈവസഭ സിംഹാസനത്തിൽ ഇരുന്നാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ തെളിവ്, ഇത് ദൈവസഭയല്ല എന്നുള്ളതിന് മൂന്നാമത്തെ തെളിവാണ് ഞാൻ പറയുന്നത്. ഇനി താഴെ വായിക്കുകയാണ്, 16-ാം വാക്യം മുതൽ വായിക്കുന്നു, ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. കാരണം ഇവര് സ്വർഗത്തിൽ എത്തിയൊരു ഗ്രൂപ്പാണ്, അതുകൊണ്ടാണ്. ഇനി 17-ാം വാക്യം ശ്രദ്ധിക്കണം, സിംഹാസനത്തിന്റെ മധ്യേ ഉള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. അപ്പൊ ഇവിടെ ഈ കുഞ്ഞാട് ഇവരെ മേയിച്ചു കൊണ്ടുപോകുന്ന പറയുന്നത്. അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തും. അപ്പൊ മേയിച്ചു കൊണ്ടുപോകലും യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാലും രണ്ടും രണ്ടാ. യോഹന്നാന്റെ വിശേഷം 10-ാം അധ്യായത്തില് എന്റെ ആടുകൾ എന്നെ അനുഗമിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. അതായത് യേശുവിനെ അനുസരിച്ച് അവന്റെ മണവാട്ടിയാകുന്ന, അവന്റെ കാന്തയാകുന്ന ആടുകള് ആ മണവാളനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ പുറകെ ചെല്ലുന്നവരാണ്, അനുസരണമുള്ളവരാണ്, പുറകെ പോവുള്ളൂ. കാരണം ഈ ആട്ടിടയൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ആട്ടിടയനെ അനുസരിച്ച് പിന്നാലെ വരുമെന്ന് ഉണ്ടെങ്കിൽ മാത്രമേ ആട്ടിടയൻ ധൈര്യമായിട്ട് പോവുള്ളൂ. അല്ല, അനുസരണമില്ലാത്ത ആടുകളാണെങ്കിൽ, വഴിതെറ്റി പോകുന്ന ആടുകളാണെങ്കിൽ ഇടയന്റെ മുൻപിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആടുകളെ നടത്തുകയുള്ളൂ. അതാണ് ഈ മേച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഇടയന്റെ മുൻപിൽ നടത്തി അടിച്ചു തെളിച്ച് കൊണ്ടുപോകുന്നത് തന്നെയാ. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്? യേശുവിന്റെ കാന്തയാണെങ്കിൽ, യഥാർത്ഥ ദൈവസഭയാണെങ്കിൽ അവരെന്താണ്? യേശുവിനെ അനുഗമിക്കുന്നവരാണ്. അപ്പോൾ 3 തെളിവുകൾ ഇവർ പറയുന്ന വാക്യങ്ങളിൽ തന്നെ ഞാൻ പറഞ്ഞു, ഇതൊരിക്കലും ദൈവസഭയല്ല. കാരണം ഒന്ന്, ഇവർ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരാണ്. ദൈവസഭ എന്താണ്? യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരാണ്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, ഇവർ സിംഹാസനത്തിന്റെ മുമ്പിലിരുന്ന് ആരാധിക്കുന്നു. പക്ഷെ ദൈവസഭയെ കർത്താവ് ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നാണ് യേശു പറഞ്ഞത്. മൂന്നാമതായിട്ട് ഇവിടെ നമ്മൾ കണ്ടു, ഇവരെന്താണ്? കുഞ്ഞാട് അവരെ മേയിച്ച് എന്ത് ചെയ്യാ കൊണ്ടുപോവുകയാണ്. പക്ഷെ ദൈവസഭ എന്താണ്? യേശുവിന്റെ പുറകെ പോകുന്നവരാണ്, യേശുവിനെ അനുഗമിക്കുന്നവരാണ്. അപ്പോൾ ഇവർ ഈ പറയുന്ന വാക്യത്തിൽ തന്നെ ഇതൊരിക്കലും ദൈവസഭയല്ല എന്ന് തെളിവുകളുണ്ട്. ഇതാരാണെന്ന് നമ്മൾ അടുത്തുള്ള വീഡിയോകളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ചിന്തിക്കും. കൃത്യമായ വിശകലനം വാക്യങ്ങൾ എടുത്ത് മാത്രമേ നമ്മൾ പറയുകയുള്ളൂ. വചനത്തിലില്ലാത്ത, തെളിവില്ലാത്ത ഒരു കാര്യവും നമ്മളിവിടെ പറയില്ല.
ഒരിക്കലും ഊഹാപോഹങ്ങൾ കൊണ്ട് വ്യാഖ്യാനിക്കേണ്ട ഒരു പുസ്തകമല്ല വെളിപ്പാട് പുസ്തകം. അതിന്റെ തെളിവുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? എടുക്കണം. കർത്താവ് പറഞ്ഞു, എന്റെ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. യോഹന്നാന്റെ വിശേഷം 10-ാം അധ്യായത്തിലെ വാക്യമാണ്. അപ്പൊ ആ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകളെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇതാരാണെന്ന് കൃത്യമായിട്ട് ഒരു വലിയ വീഡിയോ ചെയ്യണം, എന്നാലേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. അതേപോലെ ഈ കൂട്ടരെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം തന്നെ അതിന്റെ ഒരു തെളിവ് നമുക്ക് തരാം. ഒരു ക്ലൂ തന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഭാഗം വിടാം. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലെ അവിടെ കൃത്യമായിട്ട് 2-ാം വാക്യം മുതൽ പറയുന്നു, തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ. അപ്പൊ വളരെ കൃത്യമാണ്, മഹോദരകാലത്തിൽ നിന്ന് കടന്നു വന്നവരാണെന്ന് ഇവര് ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അപ്പൊ പറയാണ്, അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അപ്പൊ അവര് നിൽക്കുന്ന അതേ സ്ഥാനത്താണ് ഇവർ നിൽക്കുന്നത്, സ്വർഗത്തിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇവർ ആരാണെന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഇവിടെ തെളിയിക്കുന്നുണ്ട്. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്. അപ്പൊ ഈ ഗ്രൂപ്പ് രണ്ട് പാട്ടാണ് പാടുന്നത്. ഒന്ന് ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ട്, അതായത് പഴയ നിയമ ഭക്തന്മാരുടെ പാട്ടാണ് പാടുന്നത്. അപ്പൊ പഴയ ഭക്തന്മാരുടെ ഗണത്തിൽപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ട്. രണ്ട്, കുഞ്ഞാടിന്റെ പാട്ട്. കുഞ്ഞാടിന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ പാട്ട്. അപ്പൊ പുതിയ നിയമ അല്ലെങ്കിൽ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് കുഞ്ഞാടിന്റെ പാട്ട് പാടുന്നവര്, അതായിരുന്നു നമുക്ക് ഇത് കൈവിടപ്പെട്ടു പോകുന്നവരെ കുറിച്ചാണ് ഈ പാട്ട് പാടുന്നത്. അതായത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ വിശുദ്ധിയുടെയും വേർപാടെയും പാടോടുകൂടിയും ലോകത്തെയും പാപത്തെയും പിശാചിനെയും ജയിച്ച് ജയം കൊണ്ട ദൈവസഭ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടും. അത് കഴിഞ്ഞ് യഥാർത്ഥ ആത്മീയ വിശുദ്ധി ഇല്ലാത്തവർ കൈവിടപ്പെട്ടു പോകും. അവരും മഹോദരകാലത്തിലേക്ക് വരും. അവരെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഒന്നുകൂടി വിശദീകരിച്ചാൽ, പുതിയ നിയമ രക്തസാക്ഷികളെ കുറിച്ചും പഴയ നിയമ രക്തസാക്ഷികളെ കുറിച്ചും മഹോദരകാലത്തിൽ ഉള്ള ഇവരെ കുറിച്ചാണ് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് ഇവിടെ വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് നമ്മൾ ചിന്തിക്കും. അതിന് മത്തായി 24-ലേക്ക് നമ്മൾ പോകണം, വെളിപ്പാട് 6-ാം അധ്യായത്തിലേക്ക് പോകണം, വെളിപ്പാട് 7-ാം അധ്യായത്തിലേക്ക് പോകണം, വെളിപ്പാട് 15-ാം അധ്യായത്തിലേക്ക് പോകണം. അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ പഠിച്ചാൽ മാത്രമേ ഈ ഭാഗം നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനത് ഭാഗം വിടുകയാണ്. അപ്പൊ ഇവര് പറയുന്ന ഈ മിഡ് ട്രിബുലേഷൻ തിയറി അല്ലെങ്കിൽ ദൈവസഭ മഹോദരകാലത്തിന്റെ പകുതിയിലേ എടുക്കപ്പെടുകയുള്ളൂ എന്ന് ഇവര് പറയുന്ന വചനത്തിൽ നിന്ന് തന്നെ ഇത് ദൈവസഭയല്ല എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും ദൈവസഭ മഹോദരകാലത്തിലൂടെ കടന്നു പോകത്തില്ല. രണ്ട് വാക്യങ്ങൾ കൊണ്ട് ഞാൻ കൃത്യമായിട്ട് തെളിയിച്ചു തരാം. നമ്മൾ അതിന് ആധാരമായിട്ട് 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ, ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞെങ്ങനെയാണ്, 2 തെസ്സലോനി 2-ന്റെ 7-8, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ന് പാപമൊക്കെ ഇവിടെ നടക്കുന്നത്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്നും നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അപ്പോൾ എപ്പോഴാണ് അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരുന്നത്? തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോയാൽ മാത്രമേ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരികയുള്ളൂ. അപ്പൊ ആരാണ് തടുക്കുന്നത്? ഒന്ന്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവനെന്ന് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ വിശേഷത്തിൽ നമുക്കറിയാം, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. യോഹന്നാൻ 16:13. അപ്പൊ പരിശുദ്ധാത്മാവിനെ അവനെന്ന് വിളിച്ചിട്ടുണ്ട്. 2, ദൈവസഭയെ അവനെന്ന് വിളിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രമേ അവനെന്ന് കേട്ടിട്ടുള്ളൂ. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. ആരാണ് ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുന്നത്? ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവൻ. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമല്ല. യേശുക്രിസ്തുവിനെ കുറിച്ചും പറയുന്നുണ്ട്, അവൻ ഇരുമ്പുകോൽ കൊണ്ട് ജാതികളെ മേയ്ക്കും എന്ന് പറയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 2:9 വെളിപ്പാട് പുസ്തകം 19:15 ഇത് പറയുന്നുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച്. പക്ഷെ ഇവിടെ പറയുന്നത് ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ദൈവസഭയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ദൈവസഭയെ കുറിച്ച് അവനെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ മടങ്ങി വരിക. അപ്പൊ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് നമ്മൾ വരിക. അപ്പൊ ആ തെസ്സലോനിക്ക ലേഖനത്തിൽ എന്താണ് പറഞ്ഞു വെച്ചത്? 2:7-8 അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം.
അത് ഒന്നുകിൽ ദൈവസഭ അല്ലെങ്കിൽ പരിശുദ്ധാത്മ, രണ്ടിനെ അവനിൽ നിന്ന് വിളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദൈവസഭ ഇവിടുന്ന് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇവിടുന്ന് പോകണം, പരിശുദ്ധാത്മാവ് ഇവിടുന്ന് പോകണമെങ്കിൽ ദൈവസഭ ഇവിടുന്ന് പോകണം. അപ്പൊ വളരെ വ്യക്തമാണ്, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോയാൽ മാത്രമേ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരികയുള്ളൂ. വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ദൈവസഭ ഇവിടുന്ന് പോയാൽ മാത്രമേ മഹോപദ്രകാലം ആരംഭിക്കുകയുള്ളൂ എന്ന് വളരെ വ്യക്തമാണ്. വിശ്വാസികൾ തെറ്റിപ്പോകരുത്. അന്ന് അനേക പാസ്റ്റർമാര് നല്ല ഉപദേശത്തിൽ നിന്നവര് ഇന്ന് മഹോപദ്രകാലത്തിലൂടെ സഭ കടന്നു പോകുന്നു പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ ശക്തമായിട്ട് ഇത് പറയുന്നത്. സത്യോപദേശത്തിൽ നിന്നവർ പലരും ഇന്ന് സഭ മഹോപദ്രകാലത്തിലൂടെ കടന്നു പോകുമെന്ന് പറയുന്നു. അവർ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അവര് പറയുന്നത് ആദിമ അപ്പോസ്തലന്മാരുടെ കാലത്ത് അനേക പീഡനങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഉണർവോടുകൂടി അവർ നിന്നത്. അതുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി അവർ കാത്തിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഉണർവ് നഷ്ടപ്പെട്ടു പോയി ദൈവസഭയുടെ. അതുകൊണ്ട് ഒരു ഉണർവ് വരുത്തുവാൻ വേണ്ടി ഒരു പീഡനം ഇവിടെ ആവശ്യമാണ്. അങ്ങനെ ശക്തമായ ഒരു പീഡനം വന്നാൽ മാത്രമേ ആ ദൈവസഭ ഉണരുകയുള്ളൂ. എന്നിട്ടേ കർത്താവ് സഭയെ കൊണ്ടുപോകുന്നവർ പറയുന്നത്. ഇനി എൻ്റെ ഒരു ചോദ്യം, ആദിമകാലത്ത് നീറോ ചക്രവർത്തിയുടെ കാലമാകട്ടെ, ഡൊമീഷ്യന്റെ കാലത്താകട്ടെ, ഇനി കലികൊള്ളയുടെ കാലത്തൊക്കെ ആകട്ടെ, അതൊക്കെ പൈശാചിക ശക്തികൾക്ക് നേരിടായിട്ട് നിൽക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. ആ കാലത്തൊക്കെ ഇവിടെ പരിശുദ്ധാത്മാവ് ഭൂമിയിലുണ്ട്. ഈ പീഡനം സഹിക്കുമ്പോഴും എന്തുണ്ട്? പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്. ഇനി ഈ മഹോപദ്രകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? പൈശാചിക തൃത്വങ്ങൾ സിംഹാസനം വിട്ട് വാഴുന്ന സമയമാണ് മഹോപദ്രകാലം. 7 വർഷം. ഞാൻ പറഞ്ഞ വളരെ ശ്രദ്ധിക്കണം. അതായത് ആളത്വമായിട്ട് ആന്റിക്രൈസ്റ്റും കള്ളപ്രവാചകനും പഴയ സർപ്പമാകുന്ന പിശാചും ഇവിടെ സിംഹാസനം വിട്ട് വാഴുന്ന സമയമാണ് ഇവിടെ. ആ സമയത്ത് ഒരിക്കലും ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടാകത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ പറയാണ്, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോയാൽ മാത്രമേ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരികയുള്ളൂ. ഒന്നാമത്തെ തെളിവ്. അപ്പോൾ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടാൽ മാത്രമേ, പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് എടുക്കപ്പെട്ടാൽ മാത്രമേ അധർമ്മമൂർത്തി വെളിപ്പെടുകയുള്ളൂ, മഹോപദ്രകാലം ആരംഭിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ തെളിവ്, 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 2 പത്രോസ് 2:9, കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും. അപ്പൊ കർത്താവ് തന്റെ ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുമെന്നാ പറയുന്നത്. അല്ലെങ്കിൽ ഈ മഹാപരീക്ഷ കാലത്തിലൂടെ കടത്തി വിടുമെന്നല്ല പറയുന്നത്. ഇനി എന്റെ ചോദ്യം, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ വിവാഹ നിശ്ചയം ചെയ്തില്ലേ കർത്താവുമായിട്ട്? അപ്പൊ ആ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഈ മണവാട്ടിയെ സാത്താന്റെ മുമ്പിലിട്ട് പീഡിപ്പിച്ചിട്ടാണോ കർത്താവ് കല്യാണത്തിന് വേണ്ടി കൊണ്ടുപോണേ? കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിൽ നമ്മളെ കൊണ്ടുപോകുന്ന സ്വർഗത്തിൽ കാന്തനുമായിട്ടുള്ള സഭയുടെ വിവാഹം നടത്താനല്ലേ? അപ്പൊ അന്യരുടെ അല്ലെങ്കിൽ സാത്താന്റെ കയ്യിലിട്ട് പീഡിപ്പിച്ചതിന് ശേഷമാണോ സ്വർഗത്തിലേക്ക് സഭയെ കൊണ്ടുപോകുന്നത്? പറയുന്നതിനൊരു ലോജിക്കൊക്കെ വേണ്ടേ? അപ്പോൾ ഇന്ന് വിശ്വാസി സമൂഹങ്ങൾ തെറ്റരുത്. ഇങ്ങനെയുള്ള അനേക ദുരുപദേശങ്ങൾ ഇന്ന് സഭയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതാ പൗലോസ് പറഞ്ഞ്, വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 28, 29, 30, 31 വാക്യങ്ങളിൽ, ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. വിപരീത ഉപദേശങ്ങൾ പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അങ്ങനെയുള്ളവർ ചില ബുക്സ് ഒക്കെ എഴുതിയിട്ട് അതൊക്കെ വായിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ ദൈവദാസന്മാരും പാവങ്ങൾ തെറ്റിപ്പോകുന്നത്. നമ്മൾ ബൈബിളിനെ വിശകലനം ചെയ്ത് പഠിക്കണം. ഒരു വാക്യം എടുത്ത് മാത്രം പഠിച്ചാൽ നമ്മൾ തെറ്റിപ്പോകും. അതിന്റെ ബാക്കി ഭാഗങ്ങൾ കർത്താവ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ വായിച്ചു പഠിക്കണം. അല്ലെങ്കിൽ നമ്മളും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദൈവസഭ ഒരിക്കലും മഹോപദ്രകാലത്തിലൂടെ കടന്നു പോകയില്ല. അത് വചനത്തിലുള്ള വ്യവസ്ഥയാണ്. അത് മാത്രമേ സത്യമുള്ളൂ. അല്ലാത്തതൊക്കെ അസത്യമായ കാര്യമാണ്. നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവിനെ കാണുക എന്നുള്ളതാണ്, അല്ലാതെ ആന്റിക്രൈസ്റ്റിനെ കാണുക എന്നുള്ളതല്ല, പിശാചിനെ കാണുക എന്നുള്ളതല്ല, കള്ളപ്രവാചനെ കാണുകയല്ല. നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രത്യാശിക്കുന്നത്? നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം തന്നവനായ നമ്മുടെ അരുമമണാളനെ നമുക്ക് മുഖാമുഖമായി കാണണം. അവനുമായിട്ടുള്ള വിവാഹ നിശ്ചയമാണ് കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഇനി ആ കർത്താവിനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്.
അപ്പോൾ യേശുവിനെ കാണാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ പിശാച് അധർമ്മമൂർത്തി വരുന്നതിന് മുമ്പേ നമ്മൾ ഇന്ന് ഇവിടുന്ന് എടുക്കപ്പെട്ടിരുന്ന സ്വർഗത്തിലേക്ക് ചെന്ന് കർത്താവിനെ മുഖാമുഖമായി കാണും. മധ്യാകാശത്തിൽ നമ്മുടെ കർത്താവ് നമ്മളെ എതിരേൽപ്പാൻ വരും. അപ്പൊ ആ കർത്താവിനെ കാണാനാണ് നമ്മൾ പോകുന്നത്. ഇനിയല്ല ആന്റി ക്രിസ്റ്റിനെ കാണാനാണെന്ന് പോകുന്നവരുണ്ട്, കാണാനാണ് കാത്തിരിക്കുന്നതെങ്കിൽ മഹോദരകാലത്തിലൂടെ കടന്നു പോകട്ടെ, നമുക്ക് യാതൊരു വിരോധവുമില്ല. കള്ളപ്രവാചകനെ കാണാനാണ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, പിശാചിനെ കാണാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ മഹോദരകാലത്തിലൂടെ കടന്നു പോകട്ടെ. പക്ഷെ യഥാർത്ഥമായ വചനത്തിന്റെ വ്യവസ്ഥ, ദൈവജനം നമ്മുടെ കർത്താവിനെ മുഖാമുഖമായി കാണുവാൻ, ഇന്ന് നമ്മൾ കടമൊഴിയായി കാണുമ്പോൾ മുഖാമുഖമായി നമ്മുടെ കർത്താവിനെ കാണാനാണ് നമ്മൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടുന്നത്. അതുകൊണ്ട് മഹോദരകാലത്തിന് മുൻപേ ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടിരിക്കും. അത് വളരെ കൃത്യമാണ്, സത്യമാണ്, അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. അത് മാത്രമേ സത്യമുള്ളൂ. ഈ വചനങ്ങളെ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള പുതിയ വീഡിയോയുമായി നമ്മൾ വരുന്നതാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള കമന്റുകൾ അറിയിക്കുക, ആമേൻ, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വീഡിയോകൾ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. കാരണം ഇന്ന് അനേകർ തെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവജനം സത്യം മനസ്സിലാക്കി ദൈവകൃപയിൽ നിൽക്കേണ്ടതിനായിട്ട് ആമേൻ, ലോകത്തുള്ള എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.